മലയാളത്തിലെ ആധുനിക സാഹിത്യത്തോട് ബന്ധപ്പെട്ട് ആധുനികതാ പ്രസ്ഥാനത്തോട് ബന്ധപ്പെട്ട് ഉയർന്നു വന്ന നിരൂപകരിൽ ഏറ്റവും പ്രമുഖനായിരുന്നു കെ പി അപ്പൻ. കെ പി അപ്പൻ്റെ സാഹിത്യ നിരൂപണത്തിന് സവിശേഷമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ രചനാരീതിക്ക് തനിമയുള്ള ഒരു ശൈലിയുണ്ടായിരുന്നു. ഈ രണ്ട് സവിശേഷതകൾ കൊണ്ടും ആ കാലഘട്ടത്തിലെ സാഹിത്യ ഭാവുകത്വത്തിൻ്റെ പ്രത്യേകത കൊണ്ടും വളരെ പെട്ടെന്ന് തന്നെ മലയാള സാഹിത്യ നിരൂപണ രംഗത്ത് തൻ്റെ സാന്നിധ്യം ഉറപ്പിക്കാൻ കഴിഞ്ഞ വിമർശകനായിരുന്നു കെ പി അപ്പൻ. ഒരു വലിയ കലാപം സൃഷ്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം സാഹിത്യ വിമർശന രംഗത്തേക്ക് കടന്നു വന്നത്. എല്ലാ കാലഘട്ടത്തിലും സർഗാത്മക സാഹിത്യം പുതിയ ധാരകൾ അവതരിപ്പിച്ച് കഴിയുമ്പോൾ അതിനെ എതിർക്കുന്ന ശക്തികളും ഉണ്ടാകും. അതുപോലെ തന്നെ അതിനെ പിന്തുണയ്ക്കുന്ന, അതിനെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി താല്പര്യം പുലർത്തുന്ന നിരൂപകരും ഉയർന്നു വരാറുണ്ട്. മലയാളത്തിലെ ആധുനികതാ പ്രസ്ഥാനത്തിൻ്റെ സാഹചര്യം ആ തരത്തിലായിരുന്നു. രണ്ട് തരത്തിൽ ആധുനികതാ പ്രസ്ഥാനത്തിനെ എതിർക്കുന്ന ആളുകളുണ്ടായിരുന്നു. വ്യവസ്ഥാപിത മൂല്യബോധം പുലർത്തിയിരുന്ന സാഹിത്യകാരന്മാരും സാഹിത്യ വിമർശകന്മാരും ആധുനികതാ പ്രസ്ഥാനത്തെ എതിർത്തത് പരമ്പരാഗതമായ മൂല്യബോധത്തെയും പരമ്പരാഗതമായ സാഹിത്യ രചനാശീലങ്ങളെയും തകർത്തുകൊണ്ട് ആധുനികതാ പ്രസ്ഥാനം മുന്നോട്ട് വന്നതുകൊണ്ടാണ്. അതേ സമയത്ത് അന്ന് വളരെ സജീവമായിട്ട് അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് വളരെ സജീവമായിട്ടുണ്ടായിരുന്ന മലയാളത്തിലെ ഇടതുപക്ഷ സാഹിത്യ വിമർശന ശക്തികളും ആധുനികതാ പ്രസ്ഥാനത്തെ വലിയൊരളവോളം എതിർക്കുകയാണ് ഉണ്ടായത്. അത് ആധുനികതാ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ജീവിത വീക്ഷണത്തോടുള്ള ഒരു വിയോജിപ്പായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സവിശേഷ സന്ദർഭത്തിലാണ് കെ പി അപ്പൻ തൻ്റെ സാഹിത്യ വിമർശന കൃതികളുമായിട്ട് രംഗത്ത് വരുന്നത്. 1970 അന്ന് എനിക്കൊരു 12 വയസ്സൊക്കെ ഉള്ളൂ. അന്ന് ഇറങ്ങിയ 2 വിശേഷാൽ പ്രതികൾ ഒരു 4 കൊല്ലം കൂടെ കഴിഞ്ഞ് ഒരു 75 കാലത്ത് വളരെ മനസ്സിരുത്തി വായിക്കാൻ ഇടയായി. അങ്ങനെയാണ് കെ പി അപ്പൻ എന്ന സാഹിത്യ വിമർശകൻ എൻ്റെ മനസ്സിൽ ശക്തമായ മുദ്ര പതിപ്പിച്ചത്. ഒരു ലേഖനം തുടങ്ങുന്നത്, അത് ഞാൻ വായിച്ച ഏറ്റവും മികച്ച മലയാളത്തിലെ വിശേഷാൽ പ്രതികളിലൊന്നാണ്. മലയാള നാട് വാരികയുടെ ആദ്യത്തെ വിശേഷാൽ പ്രതിയാണ്. പിൽക്കാലത്ത് മലയാള നാട് വാരിക കൊണ്ടുവന്ന സമ്പ്രദായങ്ങളൊന്നും ആയിരുന്നില്ല. ഏറ്റവും പുതിയ ചിത്രകല, സാഹിത്യം തുടങ്ങിയ കാര്യങ്ങൾക്ക് വലിയ ഊന്നൽ കൊടുത്തിരുന്ന 400 പേജുള്ള ഒരു ആധുനികതാ പ്രസ്ഥാനത്തെ വലിയ തോതിൽ ഉയർത്തി കാണിച്ചിരുന്ന ഒരു വിശേഷാൽ പ്രതിയായിരുന്നു അത്. അതിൽ 4 നോവലിസ്റ്റുകളെ കുറിച്ചുള്ള പഠനങ്ങളുണ്ടായി, പുതിയ നോവലിസ്റ്റുകളെ കുറിച്ച്. അതിലൊന്ന് കാക്കനാടനെ കുറിച്ചായിരുന്നു. കാക്കനാടനെ കുറിച്ചുള്ള പഠനം എഴുതിയത് കെ പി അപ്പന്. ആ ലേഖനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അന്ന് കാക്കനാടൻ ജർമ്മനിയിലെ ഗവേഷണമൊക്കെ കഴിഞ്ഞ് തിരിച്ച് കൊല്ലത്ത് വന്ന് താമസം ഉറപ്പിച്ച കാലമാണ്. അപ്പോൾ കെ പി അപ്പൻ എഴുതുന്നു, ലേഖനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കാക്കനാടൻ എന്ന എഴുത്തുകാരനെ എനിക്ക് പരിചയമില്ല, ഭാവിയിൽ പരിചയപ്പെടാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഇങ്ങനെ ഒരു ലേഖനം തുടങ്ങുമ്പോൾ അതിനകത്തൊരു സമീപനമുണ്ട്. എഴുത്തുകാരൻ എന്ന വ്യക്തിയല്ല, അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ, അദ്ദേഹം മുന്നോട്ട് വെച്ച സൗന്ദര്യ സമീപനങ്ങൾ ആണ് പ്രധാനം എന്ന്. ആ ലേഖനത്തിലാണ് അദ്ദേഹം
പിൽക്കാലത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട കാക്കനാടനെക്കുറിച്ചുള്ള ഒരു ആശയം അവതരിപ്പിക്കുന്നു. പലപ്പോഴും ശിഥില സമാധി. കാക്കനാടൻ്റെ നോവലുകൾ അവയുടെ ആശയപരവും സൗന്ദര്യപരവുമായ സവിശേഷതകൾ ഉണ്ടായിരിക്കെ തന്നെ വേണ്ടവണ്ണം ഒരു പൂർത്തിയുള്ള ശില്പങ്ങളല്ല, എവിടെയൊക്കെയോ അത് ശിഥിലമായി പോകുന്നു എന്നൊരു കാഴ്ചപ്പാട് അദ്ദേഹം അവതരിപ്പിച്ചു. മാറുന്ന മലയാള നോവൽ എന്ന KP അപ്പൻ്റെ ലേഖന സമാഹാരത്തിൽ ആ ലേഖനം ചേർത്തിട്ടുണ്ട്. അതേപോലെ അതേ സമയത്ത് തന്നെ ദേശാഭിമാനിയുടെ വാർഷിക പതിപ്പിൽ KP അപ്പൻ്റെ ഒരു ലേഖനമുണ്ട്. സാഹിത്യത്തിലെ വസന്ത വിപ്ലവം എന്നാണ് ആ ലേഖനത്തിൻ്റെ പേര്. ഇതെല്ലാം 70-71 കാലഘട്ടത്തിലാണ് എന്നോർക്കണം. ഈ വസന്ത വിപ്ലവം എന്ന വാക്ക് ആ കാലഘട്ടത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ്. നക്സൽബാരി കലാപം ഉണ്ടായപ്പോൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക ജിഹ്വ ചൈനീസ് റേഡിയോ, ബീജിംഗ് റേഡിയോ വാർത്ത കൊടുത്തപ്പോൾ ഒരു ശൈലി ഉപയോഗിച്ചു. ഇന്ത്യൻ ചക്രവാളത്തിൽ വസന്തത്തിൻ്റെ ഇടിമുഴക്കം എന്ന്. അതിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു പ്രയോഗമായിരുന്നു സാഹിത്യത്തിൽ വസന്ത വിപ്ലവം എന്ന KP അപ്പൻ്റെ ലേഖനം. നിങ്ങൾ ശ്രദ്ധിക്കണം, ദേശാഭിമാനി പത്രത്തിൻ്റെ വീക്കിലിയുടെ വാർഷിക പതിപ്പിലാണത് വന്നത്. അന്ന് P. ഗോവിന്ദപിള്ളയാണ് ആ പ്രസിദ്ധീകരണത്തിൻ്റെ പത്രാധിപർ. അന്ന് പതിവില്ലാത്തവണ്ണം, അതിലുള്ള മറ്റ് ലേഖനങ്ങൾക്കൊന്നും കൊടുത്തിട്ടില്ലാത്തവണ്ണം ഒരു ബോക്സിൽ, ആ ലേഖനത്തിന് മുമ്പായിട്ടൊരു ബോക്സ് കൊടുത്തിട്ട് ആ ബോക്സിൽ പത്രാധിപരുടെ ഒരു കുറിപ്പുണ്ടായിരുന്നു. ഈ ലേഖനത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള ആശയങ്ങൾ പലതും യോജിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ ഈ ആശയങ്ങൾ ശ്രദ്ധേയമാണ്, ശക്തമായി പറയുന്നു, തീർച്ചയായിട്ടും ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞാണ് സാഹിത്യത്തിലെ വസന്ത വിപ്ലവം എന്ന ആ ലേഖനം പ്രസിദ്ധീകരിച്ചത്. അതിലൂടെ KP അപ്പൻ പറയാൻ ശ്രമിച്ചത് എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യം എന്ന ആശയത്തെക്കുറിച്ചാണ്. അന്ന് വലിയ തോതിൽ, അന്ന് മാത്രമല്ല പിൽക്കാലത്തും വലിയ തോതിൽ ഡിബേറ്റ് നടക്കുന്ന ഒരു വിഷയമാണ് എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യം. പുരോഗമന പക്ഷത്ത് നിൽക്കുന്ന എഴുത്തുകാരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമെങ്കിലും എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യം സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള, സമൂഹത്തിൻ്റെ നല്ല രീതിയിലുള്ള മുന്നോട്ട് പോക്കിന് വേണ്ടിയുള്ള ഒരു പോസിറ്റീവായ സമീപനമുള്ളതായിരിക്കണം എന്നൊരു സമീപനമുണ്ട്. മറിച്ച് എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യം എന്തു ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് എന്ന തരത്തിലുള്ള അരാജകപ്രവണമായ ഒരു സമീപനം ആ കാലത്ത് സജീവമായിരുന്നു. ആധുനികതാ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ സാഹിത്യരചനകളിൽ പലപ്പോഴും കണ്ടുവന്നത് അത്തരത്തിലുള്ള ചില അംശങ്ങൾ കൂടിയാണ്. അത് മാത്രമല്ല, അതിൻ്റെ പേരിലാണ് വലിയ തോതിൽ അതൊക്കെ വിമർശിക്കപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെ KP അപ്പൻ എഴുതുമ്പോൾ അദ്ദേഹം പറയുന്നു, എഴുതുന്ന മുഹൂർത്തത്തിൽ എഴുത്തുകാരൻ സ്വതന്ത്രനായിരിക്കണം. അതല്ലാതുള്ള സമയത്ത് അയാൾ മറ്റേത് പൗരനെ പോലെയും ജോലി ചെയ്യുകയും കരമൊടുക്കുകയും അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, റോഡിൻ്റെ വലതുവശം ചേർന്ന് നടന്നു പോകുന്ന ആളും ഒക്കെ ആകാം. പക്ഷേ എഴുതുന്ന സമയത്ത് അയാളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങളൊന്നും അയാളെ ബാധിക്കുന്നില്ല. മറിച്ച് അയാളുടെ സർഗാത്മകമായ സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലിയ അയാളുടെ മുമ്പിലുള്ള ഒരു കാര്യം. അത് സംരക്ഷിക്കുക, അതിനോട് നീതി പുലർത്തുക, ഇതാണ് എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യം എന്ന ഒരു ആശയമാണ് അദ്ദേഹം ആ പ്രബന്ധത്തിൽ അവതരിപ്പിച്ചത്. പിൽക്കാലത്ത് അദ്ദേഹം അത് വികസിപ്പിച്ചെഴുതി. അങ്ങനെ വികസിപ്പിച്ചെഴുതിയതാണ് KP അപ്പൻ്റെ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ കൃതി. ആദ്യത്തെ കൃതി എന്ന് പറയുന്നത് ക്ഷോഭിക്കുന്നവരുടെ സുവിശേഷം എന്ന പേരിലുള്ള ഒരു ലേഖന സമാഹാരമാണ്. രണ്ടാമത് അദ്ദേഹം പ്രസിദ്ധീകരിച്ചത് തിരസ്കാരം എന്ന ഒരൊറ്റ പ്രബന്ധമാണ്. ഏതാണ്ട് 50-60 പേജുള്ള ഒരൊറ്റ പുസ്തകമായിട്ട്, ഒരൊറ്റ പ്രബന്ധമായിട്ട് എഴുതിയിട്ടുള്ള ഒരു കൃതിയാണ് തിരസ്കാരം എന്നുള്ളത്. വാസ്തവത്തിൽ KP അപ്പൻ്റെ സാഹിത്യ സമീപനത്തിൻ്റെ ഒരു സാരസത്ത ആ തിരസ്കാരം എന്ന ശീർഷകത്തിലുണ്ട്, ആ പ്രബന്ധത്തിലുണ്ട്. അതിൽ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന കാര്യം വ്യവസ്ഥാപിതമായ സാമൂഹികവും സാഹിത്യപരവുമായ
മാനദണ്ഡങ്ങളെ തിരസ്കരിക്കുക, എഴുത്തുകാരൻ സ്വാതന്ത്ര്യത്തിൻ്റെ വക്താവാകുക. ഇതാണ് അദ്ദേഹം തിരസ്കാരം എന്ന ആ പ്രബന്ധത്തിൽ പറഞ്ഞിട്ടുള്ളത്. പിൽക്കാലത്തെ അദ്ദേഹത്തിൻ്റെ ലേഖന സമാഹാരങ്ങളിലും പഠന ഗ്രന്ഥങ്ങളിലുമൊക്കെ തന്നെ അടിസ്ഥാന സമീപനം എന്ന് പറയുന്നത് ഇതുതന്നെയാണ്. എന്നാൽ അതേ സമയത്ത് KP അപ്പൻ എന്ന സാഹിത്യ വിമർശകൻ മലയാളത്തിൻ്റെ സാഹിത്യാന്തരീക്ഷത്തിൽ തൻ്റെ ഒരു ശക്തി പ്രകടിപ്പിച്ചെടുത്തത് നിലനിന്ന് വന്നിരുന്ന പല സാഹിത്യ സമീപനങ്ങളോടും വ്യവസ്ഥാപിതമായ സാഹിത്യ വിമർശന രീതികളോടും ആ വിമർശന രീതികൾ പിന്തുടരുന്ന എഴുത്തുകാരോടും അതിശക്തമായി വിയോജിച്ചുകൊണ്ടാണ്. കലാപം, വിവാദം, വിലയിരുത്തൽ എന്ന പേരിൽ പിൽക്കാലത്ത് സമാഹരിക്കപ്പെട്ട ഒരു വലിയ സാമാന്യം വലിപ്പമുള്ള ഒരു പുസ്തകത്തിൽ ആ ലേഖനങ്ങൾ പലതും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് അന്നത്തെ നമ്മുടെ മുഖ്യധാര സാഹിത്യ വിമർശന സമ്പ്രദായങ്ങളെയൊക്കെ പിന്തുടരുന്ന പലരെയും അഴിച്ചു തകർത്തുകൊണ്ടുള്ള ഒരു മുന്നേറ്റമായിരുന്നു. അതിൽ എനിക്ക് ഓർമ്മയുള്ള 1-2 കാര്യങ്ങൾ പറയാം. ഒന്ന്, അക്കാലത്ത് മലയാളത്തിൽ ബോധധാരാ നോവലുകളുടെ സമ്പ്രദായം ആദ്യമായിട്ട് അല്ലെങ്കിൽ ഫലപ്രദമായിട്ട് അവതരിപ്പിച്ച ഒരാൾ വിലാസിനിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഊഞ്ഞാൽ, അതുപോലെ ഇണങ്ങാത്ത കണ്ണികൾ തുടങ്ങിയ നോവലുകളിലൊക്കെ ബോധധാരാ സമ്പ്രദായത്തിൻ്റെ രീതികൾ അദ്ദേഹം കൊണ്ടുവന്നിരുന്നു. എന്ന് മാത്രമല്ല, ആ നോവലുകളുടെ ആമുഖങ്ങളിൽ, അത് ദീർഘപ്രബന്ധങ്ങളാണ് ആമുഖങ്ങൾ, അതിൽ താൻ ബോധധാരാ സമ്പ്രദായം ഏത് രൂപത്തിലാണ് ഈ നോവലിൽ കൊണ്ടുവരുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം നടത്തിയിരുന്നു. അതിനെ അതിശക്തമായിട്ട് വിയോജിച്ചുകൊണ്ട് ഇത് ബോധധാരയല്ല, ഇതൊരു തരം വിചാരധാരയുടെ ആവിഷ്കാരമാണ്, അത് പാശ്ചാത്യ നോവലുകളിലെ യുളീസസിൻ്റെയും അതുപോലെയുള്ള കൃതികളുടെയൊക്കെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് ഈ രചയിതാവ് സങ്കല്പിക്കുന്ന പോലെയുള്ള ഒരു നിലവാരത്തിലല്ല ഇത് കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്ന് വളരെ ശക്തമായിട്ട് സ്ഥാപിച്ചെടുക്കാൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ആ ഊഞ്ഞാൽ എന്ന നോവലിനെ കുറിച്ച് എഴുതിയ വിമർശനത്തിലൂടെ പുസ്തക നിരൂപണമാണ്. പക്ഷേ അതൊക്കെ ഇന്നത്തെ നിലയ്ക്ക് ഒരു പ്രൗഢ പ്രബന്ധത്തിൻ്റെ നിലവാരത്തിലുള്ളതാണ്. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ പത്രാധിപന്മാരാരും അതിന് അത്രയും സ്ഥലമൊന്നും പുസ്തക നിരൂപണത്തിന് കൊടുക്കത്തില്ല, വളരെ ശക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. അതുപോലെ മറ്റൊന്ന്, നമ്മൾ മലയാള സാഹിത്യ വിദ്യാർത്ഥികളൊക്കെ പിൽക്കാലത്ത് ധാരാളമായിട്ട് ഉപയോഗിക്കാറുള്ള ഒരു പഠനഗ്രന്ഥമാണ് സുകുമാർ അഴീക്കോടിൻ്റെ മലയാള സാഹിത്യ വിമർശനം എന്ന മലയാള സാഹിത്യ വിമർശനത്തിൻ്റെ ചരിത്ര പഠനം നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ PhD തീസിസ്. അതിനെ അതിശക്തമായിട്ട് അതിനെ പോരായ്മകൾ എടുത്തു കാണിച്ചുകൊണ്ട് KP അപ്പൻ ശക്തമായിട്ട് എഴുതി. സുകുമാർ അഴീക്കോടുമായിട്ട് ഒരു കാലത്ത് അതിശക്തമായ വിയോജിപ്പായിരുന്നു. അതേസമയം പിന്നീട് അവർ വലിയ വ്യക്തിപരമായ നിലയിൽ വലിയ സൗഹൃദത്തിലെത്തുകയും ചെയ്തു. അതുപോലെ മലയാള നോവൽ ചരിത്രം എഴുതിയ KM തരകൻ്റെ മലയാള നോവൽ ചരിത്രത്തിലെ പോരായ്മകളെക്കുറിച്ച് അതിശക്തമായിട്ട് KP അപ്പൻ എഴുതുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ, അതുപോലെ കുമാരനാശാൻ്റെ കാവ്യ സംസ്കാരത്തെക്കുറിച്ച്, കാവ്യ സാഹിത്യത്തെക്കുറിച്ച് പണ്ഡിതോചിതമായിട്ട് എഴുതിയ ഒരു കൃതിയാണ് പ്രൊഫസർ KM ദാനിയലിൻ്റെ നവചക്രവാളം, നളിനിയിലും മറ്റും. അതിലെ പോരായ്മകളെക്കുറിച്ച് വിമർശകൻ എന്ന് പറഞ്ഞാൽ എവിടെയാണോ ഒരു ഉന്നത മാനദണ്ഡം പുലർത്തി എഴുതേണ്ട ഒരു രചന ആ നിലവാരത്തിലേക്ക് വരാതിരിക്കുന്നു, അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ സാഹിത്യ ലോകത്തിൻ്റെ അഭിരുചിയെ നവീകരിക്കാൻ വേണ്ടിയുള്ള പോരാളിയായിട്ട് മാറുകയാണ് സാഹിത്യ വിമർശകൻ ചെയ്യേണ്ടത് എന്ന ഒരു കാഴ്ചപ്പാട് നിലനിർത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള സമകാലിക സാഹിത്യ രംഗത്തെ അദ്ദേഹം എഴുതി സജീവമായിട്ട് വന്നുകൊണ്ടിരുന്ന 70കളിലെ മലയാള സാഹിത്യ വിമർശന രംഗത്തെ പല പ്രവണതകളെയും പല പ്രസ്ഥാനങ്ങളെയും പല ഉന്നതമെന്ന് അക്കാലത്ത് സാഹിത്യ സമൂഹം അംഗീകരിച്ചിരുന്ന വ്യക്തിത്വങ്ങളെയും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് KP അപ്പൻ ഉയർന്നു വന്നത്. ആ തരത്തിലുള്ള ഒരു വിഗ്രഹധ്വംസനത്തിൻ്റെ ഒരു വലിയ മുഴക്കം അദ്ദേഹം സാഹിത്യ വിമർശന രംഗത്ത് സൃഷ്ടിച്ചു. ഇത് മാത്രമല്ല, ഒരു ക്രിയാത്മകമായ, സർഗാത്മകമായ, സൃഷ്ടിന്മുഖമായ ഒരു തലം കൂടി അദ്ദേഹം സാഹിത്യ വിമർശനത്തെ സംബന്ധിച്ച് സൃഷ്ടിച്ചെടുത്തു. ചെയ്യാം, സമയം നോക്കണമെന്നാണ് പറയുന്നത്. ഇത് തുടങ്ങുന്ന കാര്യത്തിൽ നിങ്ങൾ കാണിച്ചില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് 2 മിനിറ്റ് കൊണ്ട് നിർത്തിയേക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ തരത്തിലുള്ള വിക്ഷോഭകരമായ നിലനിൽക്കുന്ന സമ്പ്രദായങ്ങളെ അതിശക്തമായിട്ട് പ്രതിരോധിച്ചുകൊണ്ടും വിമർശനാത്മകമായിട്ട് അതിനെ നേരിട്ടുകൊണ്ടും
എഴുത്തിൻ്റെ രംഗത്ത് ഒരു പുതിയ വസന്തത്തിൻ്റെ ഇടിമുഴക്കം സൃഷ്ടിക്കുകയായിരുന്നു അക്കാലത്ത് കെ പി അപ്പൻ ചെയ്തത്. വാസ്തവത്തിൽ വസന്തത്തിൻ്റെ ഇടിമുഴക്കം എന്ന സങ്കല്പത്തിൻ്റെ ആ രാഷ്ട്രീയ ധ്വനികളൊന്നും അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോയിട്ടില്ല. അദ്ദേഹം പൊതുവെ രാഷ്ട്രീയക്കാരോട്, കൃതികളിലെ രാഷ്ട്രീയത്തോട്, സാഹിത്യ വിമർശനത്തിലെ രാഷ്ട്രീയത്തോട് യോജിപ്പുണ്ടായിരുന്ന ആളല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് ഒരുപാട് രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ആയിട്ട് വലിയ സ്നേഹബന്ധമൊക്കെ പുലർത്തിയിട്ടുണ്ട്. അത് നമ്മുടെ സാഹിത്യരംഗത്ത് നിലനിൽക്കുന്ന ഒരു രീതി കൂടിയാണ്. രാഷ്ട്രീയത്തോട് എതിർക്കുക, രാഷ്ട്രീയക്കാരോട് അടുക്കുക എന്നൊരു പ്രവണത വെച്ച് പുലർത്തുന്ന പല എഴുത്തുകാരും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. കാരണം രാഷ്ട്രീയം ഒരു അധികാര വ്യവഹാരമാണ്. ഞാനിത് അപ്പൻ സാറിനോട് ബന്ധിപ്പിച്ചല്ല പറയുന്നത്, ഒരു പൊതുപ്രവണത എന്ന നിലയിൽ പറയുകയാണ്. അതേ സമയത്ത് ഇങ്ങനെ വലിയ തോതിൽ എതിർക്കുന്ന സമയത്തും അദ്ദേഹം രചനയിൽ, അദ്ദേഹത്തിൻ്റെ സാഹിത്യ വിമർശനത്തിൻ്റെ ഭാഷാശൈലിയിൽ, സമീപനത്തിൽ സൃഷ്ടിന്മുഖമായ ഒരു തലമുണ്ടായിരുന്നു. പുതിയൊരു ഭാഷ സൃഷ്ടിച്ചു, പുതിയൊരു ശൈലി സൃഷ്ടിച്ചു, വായനക്കാരനുമായിട്ട് അഗാധമായ ഹൃദയ സംവാദം സൃഷ്ടിച്ചു. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ സമാപിപ്പിക്കുകയാണ്. സുനിൽ സംസാരിക്കും. ഏറ്റവും ബഹുമാനപ്പെട്ട സദസ്സിലും വേദിയിലുള്ള പ്രിയപ്പെട്ടവരെ, അപ്പൻ മാഷിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും മിതത്വവും അച്ചടക്കവും പാലിക്കണമെന്ന് വിശ്വാസമുള്ളതുകൊണ്ടും ബോധ്യമുള്ളതുകൊണ്ടും ഞാൻ ഏറ്റവും പുതിയ തലമുറയുടെ പ്രതിനിധിയാണ്. നിരൂപണത്തിലെ ഒരുപക്ഷെ ഏറ്റവും പുതിയ തലമുറയുടെ പ്രതിനിധി ആകുന്നതുകൊണ്ട് തന്നെ ഭാഷ ആരുണ്ടാക്കുന്നു എന്നുള്ള പ്രധാന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. ഏറ്റവും പുതിയ കാലത്തിൽ ഇപ്പം ഒരുപാട് വിപ്ലവങ്ങളെക്കുറിച്ച് മലയാളി കേട്ടിട്ടുണ്ട്. പക്ഷേ ആ വിപ്ലവങ്ങൾ ഒരുപക്ഷെ ചരിത്രത്തിൻ്റെ ഭാഗമായി. ഇനിയും ചരിത്രം മുഖവിലക്കെടുക്കാത്ത വലിയൊരു വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവായിരുന്നു കെ പി അപ്പൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ. ലിംഗ്വിസ്റ്റിക് റെവല്യൂഷൻ, ഭാഷാ വിപ്ലവം എന്ന് പറയുന്ന ഒരു സംഗതി തന്നെ ഒരുപക്ഷെ അതിൻ്റെ അരങ്ങേറ്റം കുറിച്ചത് കെ പി അപ്പനാണ്. പറയാനുള്ള കാരണം ഇതാണ്: അക്കാദമിക് പാണ്ഡിത്യത്തിനെതിരെ ഒരുപക്ഷെ ശബ്ദിച്ചതും കലഹിച്ചതും കെ പി അപ്പനാണ്. ഇന്നും ഭാഷ ഉണ്ടാക്കുന്നത് ഒരുപക്ഷെ അക്കാദമിക് പാണ്ഡിത്യമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കെ പി അപ്പനെ വായിക്കേണ്ടത് ഏറ്റവും പുതിയ കാലത്തിലിരുന്നിട്ടാണ്. ഏറ്റവും നല്ല ഭാഷ ഉണ്ടാക്കുന്ന ഒരുപക്ഷെ ഈ കാലത്തുണ്ടാക്കുന്നത് ഓട്ടോ ഡ്രൈവർമാരാണ്. ഓട്ടോ റിക്ഷകളുടെ പിൻകഴുത്തിൽ എഴുതിയിട്ടുള്ള വാചകങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഏറ്റവും നൂതനമായ വാചകങ്ങളാണ് ഒരുപക്ഷെ ഓട്ടോയുടെ പിൻകഴുത്തുകളിൽ നിങ്ങൾ കാണുന്നതും വായിക്കുന്നതും. കൊലുസ് നിൻ്റെ കാലിലാണ്, കിലുക്കം എൻ്റെ നെഞ്ചിലാണ്, കാത്തിരിക്കാൻ നീ ഉണ്ടെങ്കിൽ ഓടിയെത്താൻ ഞാനുണ്ട്, ലവ് ഈസ് എ സ്വീറ്റ് പോയിസൺ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓട്ടോറിക്ഷയുടെ പിൻകഴുത്തിൽ എഴുതപ്പെടുന്ന ഭാഷ പോലും ഒരുപക്ഷെ ഏറ്റവും പുതിയ സാഹിത്യത്തിലെ സാഹിത്യ വ്യവഹാര ഭാഷയായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ്. അത്രയും സ്വാതന്ത്ര്യം ഒരുപക്ഷെ പ്രഖ്യാപിച്ചതും ഭാഷയ്ക്ക് അത്രയും സൗന്ദര്യവും സ്വാതന്ത്ര്യവും പ്രഖ്യാപിച്ചത് ഒരുപക്ഷെ കെ പി എപ്പിനെ പോലുള്ള ഒരു നിരൂപകനാണ്. അതുകൊണ്ട് ഞാൻ ശീർഷകങ്ങളെക്കുറിച്ച് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ കാലം ആവശ്യപ്പെടുന്നതാണ് ഓരോ ശീർഷകങ്ങൾ. ഇവിടെ തിരസ്കാരത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ആധുനികത ഒരുപക്ഷെ ആധുനികതയും പുതിയ ആധുനികതയും തമ്മിലുള്ള സംഘർഷത്തിൽ ഏർപ്പെടുകയാണ്. പഴയ ആധുനികതയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് കമ്പാർട്ട്മെൻ്റലിസം ആയിരുന്നു. പുതിയ ആധുനികത എന്ന് പറയുന്ന കമ്പാർട്ട്മെൻ്റലിസത്തിന് പുറത്ത് പോയിട്ട് അത് സമുദായ അല്ലെങ്കിൽ അതുപോലുള്ള വ്യവസ്ഥാപിതമായ കാര്യങ്ങളിലേക്ക് കടന്നു എന്നുള്ളതാണ്. ഈ എല്ലാ കാലത്തും ഒരുപക്ഷെ നിരൂപണം അത് ഏത് രീതിയിലാണ് ഇതിനെ ചലഞ്ച് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം തീർച്ചയായിട്ടും കെ പി അപ്പൻ എന്ന് പറയുന്ന എഴുത്തുകാരനാണ്. ഒരുപക്ഷെ രാഷ്ട്രീയ സൂക്തങ്ങളെ പുറത്തിരുത്തുകയും കൃതിയുടെ രാഷ്ട്രീയത്തെ വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്യാൻ നടത്തിയ ഒരു പ്രയത്നമുണ്ട്. ഭാഷ കൊണ്ട് നടത്തിയ റെവല്യൂഷനുണ്ട്, ആശയപരമായി നടത്തിയ യുദ്ധങ്ങളുണ്ട്, കലഹങ്ങളുണ്ട്. അതുകൊണ്ടാണ് അഭിമുഖങ്ങളെ അഭിമുഖ പരീക്ഷകൾ എന്നാണ് കെ പി അപ്പൻ വിളിക്കുന്നത്. അല്ലാണ്ട് അഭിമുഖ സംഭാഷണം എന്നൊന്നുമല്ല, അഭിമുഖ പരീക്ഷകൾ എന്നാണ്. ഒരു പുസ്തകത്തിൻ്റെ ശീർഷകം ഇങ്ങനെയാണ്: വിവേകശാലിയായ വായനക്കാര. അതായത് എഴുത്തുകാരനേക്കാൾ കൂർമ്മ ബുദ്ധിയുള്ളത് വായനക്കാരനാണെന്ന് ഈ ശീർഷകം സ്ഥാപിക്കുകയാണ്. ഇനി ഈ സ്പിരിച്വലിസം എന്ന് പറയുന്ന സംഗതിക്ക് പുതിയ എൻഡവറുകൾ കണ്ടെത്തിയ ഒരു നിരൂപകനായിരുന്നു കെ പി അപ്പൻ. അതുകൊണ്ടാണ് ഒരേ സമയം ചരിത്രത്തെ അഗാധമാക്കി ഗുരു എന്ന് പറയുന്ന ഗുരുവിനെക്കുറിച്ച് ഏറ്റവും സുന്ദരമായ ഭാഷയിൽ എഴുതിയത്, അതല്ലെങ്കിൽ ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചം എന്ന് പറയുന്ന ഒരു കൃതി ഉണ്ടായത്. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ മരിയോളജിയെക്കുറിച്ചുള്ള
മധുരം നിൻ്റെ ജീവിതം എന്ന് പറയുന്ന കൃതി ഉണ്ടാകുന്നത് ഈ സ്പിരിച്വലിസത്തെ ഈ പറയുന്ന ഭൂമുഖത്തുള്ള മുഴുവൻ അറിവുകളോട് എപ്പിസ്റ്റമോളജി അല്ലെങ്കിൽ അതുപോലുള്ള മെറ്റാഫിസിക്സ് ഇത്തരം സംഗതികളെ കൂട്ടി വായിക്കാൻ പഠിപ്പിച്ചു എന്നുള്ളതാണ്. ഇനി മേതിലിനെയും KP നിർമ്മൽകുമാറിനെയും വായിക്കാൻ മലയാളിയെ പഠിപ്പിച്ചത് ഒരു പക്ഷേ KP അപ്പനാണ്. മേതിലിനെ എങ്ങനെ വായിക്കണം, എങ്ങനെ വായിക്കരുത്, അങ്ങനെ മേതിലിനെ വായിക്കാൻ പഠിപ്പിച്ച നിരൂപകൻ ഒരു പക്ഷേ KP അപ്പനാണ് എന്നുള്ളതാണ്. ഇനി സ്ത്രീ എഴുത്തുകാർ, ലോക സ്ത്രീ സാഹിത്യത്തിലെ ഏറ്റവും പ്രകമ്പനം കൊള്ളിച്ച എഴുത്തുകാരെ മലയാളിക്ക് പരിചയപ്പെടുത്തിയതും KP അപ്പനാണ്. ജോന്ന അമോസ് കുള്ളറിനെ, അങ്ങനെയുള്ള വലിയ സ്ത്രീ സാന്നിധ്യങ്ങളെ ഒരു പക്ഷേ മലയാളിക്ക് പരിചയപ്പെടുത്തിയതും KP അപ്പനാണ്. ഇനി ഉനാമിനെ പോലുള്ള ഒരേ സമയം പലവിധ മീഡിയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഉനാമിനെ പോലുള്ളവരെ, മുഗൾ ടി ഉനാമിനെ പോലെയുള്ളവരുടെ കവിതയും തത്വചിന്തയും നാടകത്തെയും ഒരുപോലെ മലയാളിക്ക് പരിചിതമാക്കിയ നിരൂപകനും ഒരുപക്ഷേ KP അപ്പനാണ്. അപ്പം അത്തരത്തിൽ പലതായി പിളർന്ന് പലതായി വായിക്കപ്പെടുവാൻ നിർബന്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഒരു വായനക്കാരനെ അത്തരത്തിൽ നിർബന്ധിക്കുന്ന ഒരു നിരൂപകൻ നമ്മളിതിനെ എനിക്ക് തോന്നുന്നു ഈ സെക്ലൂഡായിട്ട് നിരൂപണം എന്ന് പറയുന്ന ഒറ്റ പദത്തിൻ്റെ ഉള്ളിൽ കൊണ്ട് കൊള്ളിക്കാൻ നോക്കി എന്നത് നമ്മുടെ വകതിരിവില്ലായ്മയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതിനേക്കാൾ എത്രയോ വലിയ ക്യാൻവാസിലാണ് ഒരുപക്ഷെ ഇത്രയും ശ്രേഷ്ഠമായ ഒരു എഴുത്തിനെ കൊണ്ടെത്തിച്ചത് എന്നുള്ളതാണ്. അങ്ങനെ വിദേശ സാഹിത്യവും വായിക്കാൻ പഠിപ്പിച്ചത്, മലയാളിയെ എങ്ങനെ ഈ രചനകളെല്ലാം കൂട്ടി വായിക്കണമെന്ന് പഠിപ്പിച്ചത്, മേതിലിനെ വായിക്കാൻ പഠിപ്പിച്ചത്, KP നിർമ്മൽകുമാറിൻ്റെ അത്ഭുത സിദ്ധികളെ വായിക്കാൻ പഠിപ്പിച്ചത്, അങ്ങനെ തരം വായനകളെ ഒരുപക്ഷെ ഫോക്കസ് ചെയ്ത് അവതരിപ്പിച്ചു എന്നുള്ളിടത്താണ് KP അപ്പൻ്റെ സാന്നിധ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ ശോഭിക്കുന്നവർ സൂക്ഷിക്കുക, എല്ലാ ശീർഷകങ്ങളും എടുത്തു നോക്കുക. എല്ലാ ശീർഷകങ്ങളും കാലം ആവശ്യപ്പെട്ടതാണ്. ഈ നമ്മളറിയാം പുതിയ കാലത്തിലും ഇങ്ങനെയുള്ള ശീർഷകങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ഉണ്ണിയാറിൻ്റെ കഥാപുസ്തകത്തിൻ്റെ പേര് ഒരു ഭയങ്കര കാമുകൻ എന്നാണ്. കാമുകൻ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു മൃദുലതയൊക്കെ ഉണ്ട്. കാമുകത്വത്തിൻ്റെ എല്ലാ അടരുകളും അതിൻ്റെ ഉള്ളിലുണ്ട്. ഒരു ഭയങ്കര കാമുകൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വെടിച്ചു നിൽപ്പുകളും മുഴുവൻ ഇതിനകത്ത് പ്രകടമാക്കുന്നു എന്നുള്ളതാണ് ശീർഷകത്തിനുള്ളിൽ. ഈ ഏത് എസ് സുധീഷിൻ്റെ ആണെന്ന് തോന്നുന്നു, ഒരു പുസ്തകത്തിൻ്റെ ശീർഷകം ഇങ്ങനെയാണ്: ഒരു കൊട്ടേഷൻ കൊണ്ട വേദപുസ്തകം വായിക്കുന്നു. നമ്മൾ മറുചോദ്യം ചോദിക്കും, കൊട്ടേഷൻ കൊണ്ടൊക്കെ എന്താ വേദപുസ്തകം വായിച്ചൂടെ എന്ന് പറയുന്നത് പോലെ ഈ കാലം ആവശ്യപ്പെടുന്ന തരത്തിലുള്ള അതേ ശീർഷകങ്ങളുടെ മൂർച്ചയും മുനയുമുള്ള ശീർഷകങ്ങളാണ് ഒരുപക്ഷെ അപ്പൻ്റെ കാലത്ത് നിർമ്മിച്ചത് എന്നുള്ളതാണ്. ഈ ശീർഷകങ്ങളാണ് പിന്നീട് ഒരുപക്ഷെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. ആധുനികത തീർന്നിട്ടില്ലെന്ന് പ്രഖ്യാപിച്ചതും KP അപ്പനാണ്. പക്ഷേ ഉത്തരാധുനികത തുടങ്ങിയിടത്ത് തന്നെ അസ്തമിച്ചു എന്ന് പ്രഖ്യാപിച്ചതും KP അപ്പൻ തന്നെയാണ്. അപ്പം ഇങ്ങനെയുള്ള സിദ്ധാന്തങ്ങൾക്കെതിരെ കലഹിക്കുകയും ഈ സിദ്ധാന്തങ്ങളെ ഒരുപക്ഷെ മരവിപ്പിക്കുകയും അല്ലെങ്കിൽ മരവിച്ച് കിടന്നിടത്ത് നിന്ന് മോചിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന വലിയ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും KP അപ്പൻ എന്ന് പറയുന്ന നിരൂപകൻ സാധ്യമാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു മലയാളി ഇപ്പം ഇതൊരു KP അപ്പൻ തന്നെ മൈനർ ആർട്ടാണ് എന്ന് പറയുമ്പോൾ പോലും ഇത് മൈനർ ആർട്ടല്ലെന്ന് ഓരോ രചന കൊണ്ടും തെളിയിക്കാൻ KP അപ്പൻ്റെ കൃതികൾക്ക് സാധിച്ചു എന്നുള്ളിടത്താണ് അതിൻ്റെ വാസ്തവികത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനെ തെറ്റായി വായിക്കാൻ ഒരു ഘട്ടത്തിൽ പ്രേരിപ്പിച്ച് GN പണിക്കരെ പോലുള്ളവരാണ്. GN പണിക്കരാണ് പറഞ്ഞത് ഹീസ് എ പ്രിസൻറ്റർ ഓഫ് ക്രിസ്ത്യൻ ഇമേജസ് അല്ലെങ്കിൽ ബിബ്ലിക്കൽ ഇമേജസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ താഴ്ത്തിക്കെട്ടാൻ നോക്കി. ഒരാൾ ഭാഷ ഉണ്ടാക്കുന്നതിന് എങ്ങനെയാണ് താഴ്ത്തിക്കെട്ടുന്നത്? ഒരാൾ പുതിയ ഭാഷ സൃഷ്ടിക്കുന്നതിനെ എന്തിനാണ് താഴ്ത്തിക്കെട്ടുന്നത് എന്നുള്ള ചോദ്യം ആവർത്തിക്കേണ്ടതുണ്ട്. അയാൾ ഉണ്ടാക്കിയത് ഒരു പുതിയ ഭാഷയാണ്, ഇതുവരെ ആരും പരീക്ഷിക്കാത്ത ഒന്നാണ്. ലിംഗ്വിസ്റ്റിക് വിപ്ലവം എന്ന് പറയുന്ന റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഇയാൾ സൃഷ്ടിക്കുന്നത്. ഈ ലിംഗ്വിസ്റ്റിക് റെവല്യൂഷനെ അത്തരത്തിൽ മനസ്സിലാക്കാൻ ഒരുപക്ഷെ നമ്മുടെ സാമ്പ്രദായിക പാരമ്പര്യ അക്കാദമിക് പാണ്ഡിത്യത്തെ നമ്മളെ അനുവദിച്ചില്ല എന്ന് പറയേണ്ടതിന് പകരം ഹീസ് എ പ്രിസണർ ഓഫ് ക്രിസ്ത്യൻ ഇമേജസ് അഥവാ ബിബ്ലിക്കൽ ഇമേജസ് എന്ന് പറഞ്ഞ് നമ്മൾ താഴ്ത്തിക്കെട്ടാനാണ് ശ്രമിച്ചത്. അപ്പം ഇത്തരം പരിമിതമായ സമയം കൊണ്ട് ഇതൊക്കെ മാത്രം പറയുന്നു. ഈ എഴുത്തുകാരൻ തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്, ഈ നിരൂപണം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.